ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും അതുപോലെ ഇന്നത്തെ ക്ലാസ്സും രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം ആ ഒരു വീഡിയോ കാണുക, അതിനുശേഷമായിരിക്കണം ഈ വീഡിയോ കാണേണ്ടത്. അതുപോലെ നമ്മുടെ ഈ കോഴ്സിലെ ഓരോ വീഡിയോയും വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് ഒരു വീഡിയോ പോലും നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഒരു വീഡിയോ മറ്റൊരു വീഡിയോയുമായി കണക്റ്റഡ് ആണ്. കണക്ഷൻ ഉണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ തുടങ്ങാം. ഇന്നലെ പഠിച്ച നമ്മൾ എന്താണ് ഓർമ്മയുണ്ടോ? ഹാവ്, ഹാസ് അല്ലേ? അസുഖങ്ങളെ കുറിച്ച് എങ്ങനെ വളരെ മനോഹരമായിട്ട് പറയാമെന്ന് ഇന്നലെ പഠിച്ചു. എനിക്ക് പനിയാണ്, ഐ ഹാവ് എ ഫീവർ അല്ലേ? എനിക്ക് പനി ആയിരുന്നു പറയുമ്പോഴോ ഐ ഹാഡ് എ ഫീവർ. ഇനി ഇന്നത്തെ ഈ ഒരു പ്രധാനപ്പെട്ട ബോക്സ് ആദ്യം പരിചയപ്പെടാം. നമുക്കറിയാം, നമ്മുടെ ഒന്നാമത്തെ ബോക്സിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സബ്ജക്റ്റ് എന്താണ്? ഫാമിലി മെമ്പേഴ്സ് അല്ലേ? ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി, ഹി, ഷീ, അരുൺ. അരുൺ എന്ന് പറഞ്ഞാൽ പേരാണ്. മൈ ഫാദർ അല്ലേ? എൻ്റെ ഫാദർ. ഇതൊന്നും വീണ്ടും വീണ്ടും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ ബോക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? എന്താണ്? ഈസ്, ആം, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എന്ന് വെച്ചാൽ ആകുന്നു. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എഴുതണമെങ്കിൽ എന്ത് ചെയ്യുക? ഈസ്, ആം, ആറിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. ഐ ആം നോട്ട്, ഷീസ് നോട്ട്, വി ആർ നോട്ട്. അതുപോലെ വാസ് വർ എന്താണ്? ഈസ്, ആം, ആറിൻ്റെ പാസ്റ്റ് ഫോം ആണ് ആയിരുന്നു അല്ലേ? അപ്പോൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് പറയണമെങ്കിൽ എന്ത് ചെയ്യുക? നോട്ട് ചേർക്കുക. വാസ് വറിൻ്റെ കൂടെ എന്ത് ചേർക്കുക? നോട്ട് ചേർക്കുക. ഐ വാസ് നോട്ട്, ഐ വാസ് നോട്ട്, ഞാൻ അല്ലായിരുന്നതായി അല്ലേ? വി വർ നോട്ട്, ഞങ്ങൾ അല്ലായിരുന്നതായി. അതുപോലെ ഇതെന്താണ്? വിൽ ബി ആണ്. ഇതിൻ്റെ ഈസ്, ആം, ആറിൻ്റെ ഫ്യൂച്ചർ എന്താണ്? വിൽ ബി, ആകും. വിൽ ബി, ആകും. ഇനി ഇതിൻ്റെ നെഗറ്റീവ് എഴുതുമ്പോൾ നമുക്ക് നോട്ട് ചേർക്കേണ്ടത് എവിടെ നിന്ന് അറിയോ? വില്ലിൻ്റെ ശേഷമാണ്. എന്താ പറഞ്ഞ്? വില്ലിൻ്റെ ശേഷമാണ് നമ്മൾ നോട്ട് ചേർക്കേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈസ്, ആം, ആറിൻ്റെ കൂടെ ചേർത്തു, വാസ് വറിൻ്റെ കൂടെ ചേർത്തു. പക്ഷെ ഇവിടെ വിൽബിൻ്റെ കൂടെ ചേർക്കാൻ കഴിയില്ല. ഇവിടെ എന്ത് ചെയ്യണം? വിൽ അതുപോലെ ബി, ഈ രണ്ടിൻ്റെയും ഇടയ്ക്ക് ആഡ് ചെയ്യണം. അങ്ങനെ വിൽ നോട്ട് ബി. എന്താണ്? വിൽ നോട്ട് ബി. ക്ലിയർ? ഇനി നമ്മുടെ മൂന്നാമത്തെ ബോക്സ് ആണ്, വളരെ പ്രധാനപ്പെട്ട ബോക്സ് ആണ്. ജസ്റ്റ് പരിചയപ്പെടാം. വീട്ടിൽ ഇങ്ങനെ പറയാം. വീട്ടിൽ, അറ്റ് ഹോം. എന്താണ്? അറ്റ് ഹോം. രണ്ടാമതാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ എന്ന് പറയണം. എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? അറ്റ് മൈ ഫ്രണ്ട്സ് ഹൗസ്. അറ്റ് മൈ ഫ്രണ്ട്സ് ഹൗസ്. ഇനി എനിക്ക് പറയണം എൻ്റെ ഉമ്മയുടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ അറ്റ് മൈ മദേഴ്സ് ഹൗസ് അല്ലേ? അറ്റ് മൈ മദേഴ്സ് ഹൗസ്. അടുത്താണ് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ അറ്റ് മൈ സിസ്റ്റേഴ്സ് ഹൗസ്. ഓക്കെ. അതുപോലെ ഔട്ട് ഓഫ് ടൗൺ. ഔട്ട് ഓഫ് ടൗൺ, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ടൗണില്ല, ടൗണിൻ്റെ പുറത്താണെന്ന് അറിയും. അടുത്താണ് ഇന്ന പാർട്ടി. ഇന്ന പാർട്ടി, ഞാനൊരു പാർട്ടിയിലായിരുന്നു അല്ലെങ്കിൽ ഞാനൊരു പാർട്ടിയിലാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇത് ഇന്ന പാർട്ടി. അതുപോലെ ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിലായിരുന്നു. ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിലായിരുന്നു അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിലായിരുന്നു പറയുമ്പോൾ എന്ന് പറയാ? ഇൻ എ മാരേജ് ഫംഗ്ഷൻ. ഉണ്ടോ? ഇൻ എ മാരേജ് ഫംഗ്ഷൻ. അതുപോലെ ഇൻ എ മീറ്റിംഗ്, ഞാൻ മീറ്റിങ്ങിലായിരുന്നു അല്ലെങ്കിൽ ഞാനൊരു മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ നാളെ ഞാനൊരു മീറ്റിങ്ങിലാകും എന്നൊക്കെ പറയാം. അതുപോലെ ഇൻ ദ പാർക്ക്, പാർക്കിൽ. ഇൻ ദ ഓഫീസ്, ഓഫീസിൽ. ഇൻ ദ സ്കൂൾ, സ്കൂളിൽ. ഓക്കെ. ഇൻ ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ. നമുക്കിവിടെ ദ ചേർക്കാം, ചേർക്കാതിരിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ദ ചേർക്കേണ്ട ആവശ്യമില്ല. ഇൻ സ്കൂൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇൻ സ്കൂൾ. ഓക്കെ. പേരൻസ് ആണെങ്കിലോ നമ്മൾ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ കുട്ടികളുടെ ക്ലാസ് ടീച്ചേഴ്സിനെ കാണാൻ പോവുകയോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ അല്ലെങ്കിൽ HM ഹെഡ് മാസ്റ്ററിനെ കാണാൻ പോവുകയാണെങ്കിൽ അവിടെ എന്ന് പറയണം? യെസ്, ഐ ആം ഇൻ ദ സ്കൂൾ നൗ. ഐ ആം ഇൻ ദ സ്കൂൾ. അവിടെ നമുക്ക് ചേർക്കാം, ദ ചേർക്കാം. ഐ ആം ഇൻ ദ സ്കൂൾ, ഇൻ ദ സ്കൂൾ. ഓക്കെ. സ്റ്റുഡൻസ് ആണെങ്കിലോ, വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ ദ ചേർക്കേണ്ട, ഇൻ സ്കൂൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇൻ സ്കൂൾ. സ്കൂൾ നമ്മൾ ഏത് പർപ്പസിനാണോ ഉപയോഗിക്കുന്നത് ആ പർപ്പസിന് വേണ്ടി നമ്മൾ അവിടെ ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ അവിടെ ദ ചേർക്കരുത് എന്നാണ്. ക്ലിയർ? അടുത്താണ് ഇൻ ദ മാർക്കറ്റ്സ്. മാർക്കറ്റിൽ, ഞാനിപ്പോൾ മാർക്കറ്റിലാണ് അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റിലായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ ദ മാർക്കറ്റ് എന്ന് പറയേണ്ടി വരും. ക്ലിയർ? ഇൻ ദ ഹോസ്പിറ്റൽ, ഞാൻ ഹോസ്പിറ്റലാണ്. എന്താ? ഇൻ ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ എന്നർത്ഥം. ഹോസ്പിറ്റലിൽ എന്താണ്? ഹോസ്പിറ്റലിൽ. അതുപോലെ അടുത്താണ് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അതുപോലെ ദെയർ, അവിടെ. അവിടെ എന്നുള്ളത് നമുക്ക് ദെയർ എന്ന് പറയാം. അതുപോലെ ഓവർ ദെയർ എന്ന് പറയാം. അങ്ങനെ ഓവർ ദെയർ എന്ന് പറയാവുന്നതാണ്. ക്ലിയർ? ഒന്ന് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ഓവർ ദെയർ. അതുപോലെ ഹിയർ, ഇവിടെ.
ഒന്ന് ഊന്നി പറയണമെങ്കിലോ നമുക്ക് പറയാം ഓവർ ഹിയർ, ഇവിടെ. വെരി ബിസി വിത്ത് മൈ വർക്ക്, വെരി ബിസി വിത്ത് മൈ വർക്ക് എന്നർത്ഥം ഞാൻ വളരെ ബിസി ആയിരുന്നു എൻ്റെ വർക്കിൽ, അല്ലേ, ഞാൻ എൻ്റെ വർക്കിൽ വളരെയധികം ബിസി ആയിരുന്നു എന്നായി. ഇത് നമ്മുടെ നാലാമത്തെ ബോക്സ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അല്ലേ, യു ഓൾറെഡി നോ ദീസ്. എന്താണ് ടൈം? നൗ എന്ന് പറയുന്നതാണ് ഇപ്പോൾ, റൈറ്റ് നൗ എന്ന് പറഞ്ഞാലോ ഇപ്പോൾ തന്നെ, അതും രണ്ടൊന്ന് സെയിം അർത്ഥമാണ്. അതുപോലെ അറ്റ് ദ മൊമെന്റ്, ഇതും സെയിം അർത്ഥമാണ്. എന്ത്? ഈ മൂന്നിൻ്റെയും മീനിങ് എന്താണ്? ഒന്നാണ്, ഇപ്പോൾ എന്നുള്ളതാണ്. ടുഡേ എന്ന് പറഞ്ഞാലോ ഇന്ന്, ടുനൈറ്റ് ഇന്ന് രാത്രി, ടുമോറോ നാളെ, ടുമോറോ മോർണിംഗ് നാളെ രാവിലെ, ഓക്കെ, ടുമോറോ നൈറ്റ് നാളെ രാത്രി. അതുപോലെ ദ ഡേ ആഫ്റ്റർ ടുമോറോ മറ്റന്നാൾ, നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ച, നെക്സ്റ്റ് മന്ത് അടുത്ത മാസം. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറയാൻ കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഡിസ്കസ് ഓൾറെഡി ചെയ്തായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാലോ ഇന്നലെ, യെസ്റ്റർഡേ മോർണിംഗ് ഇന്നലെ രാവിലെ, അതുപോലെ യെസ്റ്റർഡേ ഈവനിങ് ഇന്നലെ വൈകുന്നേരം, ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി. ദ ഡേ ബിഫോർ യെസ്റ്റർഡേ മിനിഞ്ഞാന്ന്, എന്താണ് മിനിഞ്ഞാന്ന്. ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം. ഇനി നമ്മൾ ഇന്നലെ പഠിച്ചതും അതുപോലെ ഇന്നത്തെ ക്ലാസ്സും രണ്ടും കൂടി കണക്ട് ചെയ്ത് പറയാൻ പോകാം കേട്ടോ. ഓക്കെ, ഞാൻ പറയാണ് ഇങ്ങനെ. ആദ്യം നമുക്ക് ഇതിൽ ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കും. എനിക്ക് പറയണം ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണെന്ന് പറയണം. ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണ്. അപ്പോൾ പറയാം, അപ്പോൾ ഐ ആണെന്നല്ലേ, ഐ ആം, അതിന് കൂടെ എന്താ വരിക? ആം ആണ് വരിക. ഐ ആം എവിടെയാണ്? എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലാണെന്ന് പറയുമ്പോൾ ഐ ആം അറ്റ് മൈ ഫ്രണ്ട്സ് ഹൗസ് നൗ, അല്ലേ, ഐ ആം അറ്റ് മൈ ഫ്രണ്ട്സ് ഹൗസ് നൗ. ഞാൻ ഇപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണെന്ന് പറയുമ്പോൾ പറയാം, ഐ ആം അറ്റ് മൈ മദേഴ്സ് ഹൗസ് റൈറ്റ് നൗ. ഇനി എനിക്ക് പറയണം ഇന്നലെ രാവിലെ, ഓക്കെ, ഇനി പാസ്റ്റ് പറയണം, പാസ്റ്റ്. ഇന്നലെ രാവിലെ ഞാൻ വീട്ടിലില്ലായിരുന്നു പറയണം. ഇന്നലെ രാവിലെ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണല്ലോ. അതുപോലെ പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വരേണ്ടി വരും ഐ വാസ് എന്നാണ്. ഐ വാസ് നോട്ട് ചേർക്കേണ്ടി വരും. ഐ വാസ് നോട്ട് അറ്റ് ഹോം യെസ്റ്റർഡേ മോർണിംഗ്, ഇന്നലെ രാവിലെ. ഉണ്ടോ? യെസ്റ്റർഡേ മോർണിംഗ്, ഇന്നലെ രാവിലെ. പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പാസ്റ്റ് ടൈമിനെ കാണിക്കുന്ന വേർഡുകളാണ് യൂസ് ചെയ്യേണ്ടത്, അത് മറക്കരുത്. ഇനി ഞാൻ നിങ്ങളോട് പറയാണ് നാളെ വൈകുന്നേരം ഞാൻ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്, നാളെ വൈകുന്നേരം ഞാൻ വീട്ടിൽ ഉണ്ടാകില്ല എന്ന് പറയണം. അപ്പോൾ എന്താണ് ഫ്യൂച്ചറിലെ? അപ്പോൾ എന്ത് ഉപയോഗിക്കുക? ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ വിൽ നോട്ട് ബി. എന്താ പറയുക? വിൽ നോട്ട് ബി. പറയാ ഐ വിൽ നോട്ട് ബി. ഇതിൻ്റെ ഷോർട്ട് ഫോം പറയാം ബോണ്ട് എന്ന് പറയാം, ബോണ്ട്. ഇങ്ങനെ വിൽ നോട്ടിൻ്റെ ഷോർട്ടാണ് ഇത്, ഇങ്ങനെ പറയാറുണ്ട് വോണ്ട്. ഓക്കെ, ഐ വോണ്ട് ബി അറ്റ് ഹോം എന്നാണ് നാളെ വൈകുന്നേരം, അല്ലേ. ഓക്കെ, നാളെ വൈകുന്നേരം പറയുമ്പോൾ ടുമോറോ ഈവനിങ്. ഇനി ഞാൻ അടുത്ത് പറയാണ്, എനിക്കിത് പറയണം ഇങ്ങനെ, ഇന്നലെ വൈകുന്നേരം. എന്താണ്? ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു പറയണം. ഇന്നലെ വൈകുന്നേരം ഞാൻ ഒരു മീറ്റിങ്ങിലായിരുന്നു. അപ്പം പറയാ ഐ വാസ് എന്ന് പറയാ, ഐ വാസ് ഇൻ എ മീറ്റിംഗ്. ഉണ്ടോ? ഐ വാസ് ഇൻ എ മീറ്റിംഗ്, ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. എപ്പോൾ? ഇന്നലെ വൈകുന്നേരം, യെസ്റ്റർഡേ ഈവനിങ്. എന്താണ്? യെസ്റ്റർഡേ ഈവനിങ്. അപ്പോൾ എന്തായി? ഐ വാസ് ഇൻ എ മീറ്റിംഗ് യെസ്റ്റർഡേ ഈവനിങ്. ഇന്നലെ ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്ന് പറയണം. ഇന്നലെ ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്ന് പറയാം ഐ വാസ്, അല്ലേ, പാസ്റ്റ് അല്ലേ. ഐ വാസ് നോട്ട് ഓവർ ദെയർ യെസ്റ്റർഡേ എന്താ പറഞ്ഞ്? ഐ വാസ് നോട്ട് ഓവർ ദെയർ യെസ്റ്റർഡേ. നമുക്ക് ഓവർ ദെയർ എന്ന് പറയാം, അല്ലെങ്കിൽ ദെയർ എന്ന് പറയാം, അല്ലേ. ഞാൻ ഇന്നലെ അവിടെ ഇല്ലായിരുന്നു എന്നായി. ഇനി അടുത്താണ്, അവൻ ഇന്നലെ രാവിലെ ഇവിടെ ഇല്ലായിരുന്നു. അവൻ ഇന്നലെ രാവിലെ ഇവിടെ ഇല്ലായിരുന്നു പറയുമ്പോൾ, അപ്പോൾ ഹി അല്ല, ഹി വാസ് നോട്ട് ഓവർ ഹിയർ യെസ്റ്റർഡേ മോർണിംഗ്. എന്താ പറഞ്ഞ്? ഹി വാസ് നോട്ട് ഓവർ ഹിയർ യെസ്റ്റർഡേ മോർണിംഗ്. ഇനിയാണ് നമ്മൾ ഇന്നലെ പഠിച്ചതും ഇന്ന് പഠിക്കുന്ന ഈ കാര്യങ്ങളുമായി എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, യെസ്, ഞാൻ പറയാണ്. ഓക്കെ, ഇന്നലെ നിങ്ങൾ എന്തുകൊണ്ട് വർക്കിന് വന്നില്ല, അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ എന്തുകൊണ്ട് ജോലിക്ക് വന്നില്ല? അപ്പോൾ നിങ്ങൾ പറയാണ് എനിക്ക് പനിയായിരുന്നു, ഇന്നലെ എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു. എന്താ പറയാം? എനിക്ക് പനിയായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു പറയണം. അങ്ങനെ പറയാം. യെസ്,
അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ചാണ് എനിക്ക് പനിയായിരുന്നു. പറയാം ഐ ഹാവ് ആണ് ഒരു അല്ലല്ലോ, ഐ ഹാഡ് എ ഫീവർ. ഐ ഹാഡ് എ ഫീവർ, ദാറ്റ്സ് വൈ, അതുകൊണ്ട് ഐ വാസ് അറ്റ് ഹോം അല്ലേ, ഐ വാസ് അറ്റ് ഹോം. ഓക്കെ. അപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നതാണ് ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്യരുത്. ഇഗ്നോർ ചെയ്യാതെ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. എന്താ കാരണം അറിയോ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പറയേണ്ട സമയത്ത് അല്ലെങ്കിൽ പറയേണ്ട അടുത്ത് ഇത് വരില്ല. ക്ലിയർ? എത്ര ചെറുതാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞ് അത് കഴിഞ്ഞു അല്ലേ. ഇനി ഞാൻ പറയാണ്, ഓക്കെ, എൻ്റെ ഫാദറിന് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, നിങ്ങളുടെ ഫാദർ എവിടെയായിരുന്നു ഇന്നലെ? നിങ്ങളുടെ ഫാദർ എവിടെയായിരുന്നു? അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് നിങ്ങളുടെ ഫാദർ എവിടെയായിരുന്നു? അപ്പോൾ നിങ്ങൾ പറയാണ്, ഓ എൻ്റെ ഫാദറിന് പനിയായിരുന്നു മിനിഞ്ഞാന്ന്, അതുകൊണ്ട് വീട്ടിലായിരുന്നു പറയാം. മൈ ഫാദർ അല്ലേ, മൈ ഫാദർ ഹാഡ് എ ഫീവർ ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. My father had a fever the day before yesterday. That's why my father was at home. അല്ലേ, my father was at home. എൻ്റെ ഫാദർ എവിടെയായിരുന്നു? വീട്ടിലായിരുന്നു എന്നായി. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമ്മളൊക്കെ ഒരുമിച്ച് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അവിടെ എത്തി, നിങ്ങൾ ഓഫീസിലെത്തി, ഞാൻ ഓഫീസിലെത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുകയാണ്, ഹലോ നീ എവിടെ? ഞങ്ങളിവിടെ എത്തിയല്ലോ, ഓഫീസെത്തിയല്ലോ, നീ എവിടെയാണ്? അപ്പോൾ ഞാൻ പറയാണ്, ഓഹ് എനിക്ക് സുഖമില്ല, ഞാൻ വീട്ടിലാണ്. അതെന്ത് പറ്റി? എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ എനിക്ക് വയറുവേദനയാണ്, ഞാൻ വീട്ടിലാണ്, കാരണം എനിക്ക് വയറുവേദനയാണെന്ന് വേണം. അപ്പോൾ പറയാം, അപ്പോൾ ഞാൻ വീട്ടിലാണെന്ന് പറയുമ്പോൾ ഐ ആം അറ്റ് ഹോം എന്നാണ്. ഐ ആം അറ്റ് ഹോം നൗ ബിക്കോസ്, അപ്പോൾ കാരണം പറയണം, ബിക്കോസ് ഐ ഹാവ് എ സ്റ്റൊമക് ഏക്ക്. എന്താ പറഞ്ഞ്? ഐ ആം അറ്റ് ഹോം നൗ ബിക്കോസ് ഐ ഹാവ് എ സ്റ്റൊമക് ഏക്ക്. ഞാനിപ്പോൾ വീട്ടിലാണ്, കാരണം എനിക്ക് വയറുവേദന ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് വയറുവേദന ആണെന്നായി. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് സെൻറ്റൻസുകൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ടേബിൾ വെച്ചിട്ട്, ഈ ഒരു ടേബിളും അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അസുഖങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ, അതും രണ്ടും എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് പറയാം. അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പറയേണ്ടടുത്ത് പെട്ടെന്ന് എന്തെയും കയറി വരും നമ്മുടെ മൈൻഡിൽ.